എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു സൂപ്പർ പലഹാരം ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. 4 മുട്ട ഞാൻ എടുത്ത് കണ്ടോ, 4 മുട്ട. ഇനി ഇതിനെ എന്ത് ചെയ്യണമെന്നറിയാവോ? മിക്സിയിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് അടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു 5 പൂവമ്പഴം എടുത്തിട്ടുണ്ട്, പഴുത്തത്. അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് ഈ മുട്ട അടിച്ചു കൊണ്ടുവന്നതിന് അതിലോട്ട് ഇട്ട് കാണിച്ചു തരാം. 5 പൂവമ്പഴം തൊണ്ട് കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തത് കണ്ടോ. ഇതിനെ നമ്മൾ ഈ അടിച്ചു വെച്ച മുട്ട അടിച്ചു വെച്ചിരിക്കുകയല്ലേ, അതിനകത്തിലോട്ട് ഇടുക. അപ്പം മുട്ടയും പഴവും നന്നായിട്ട് അടിച്ചെടുത്തത് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കണം കണ്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, നെയ്യ് വേണമെങ്കിലും ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 സ്പൂണ് ഉപ്പ്, കാലിട്ടാൽ മതി കണ്ടോ. അത് കഴിഞ്ഞ് ഒരു 100 ഗ്രാം കാണും, അത്രയേ ഉള്ളൂ. പഞ്ചസാര വേണേലും ഇടാം, കരിപ്പെട്ടി വേണേലും ഇടാം. ഞാൻ കരിപ്പെട്ടിയാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഒരു 150 ഗ്രാം മൈദ, പിന്നെ ഒരു 150 ഗ്രാം റവ, സ്പൂണിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് കലക്കി. അത് പോരാ, നമുക്ക് മിക്സി യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചിങ്ങെടുക്കാം. ഒരു ടേബിൾ സ്പൂണ് എണ്ണ വേണം കേട്ടോ. അത് നമ്മളെ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കണ്ട കൈ കൊണ്ട് നന്നായിട്ടത് പുരട്ടണം, എല്ലായിടത്തും പുരട്ടി വെക്കണം. എന്നിട്ട് മാവ് ഒഴിച്ച് കാണിച്ചു തരാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. അതിന് ശേഷം നമ്മൾ കുരുവില്ലാത്ത മുന്തിരി, അണ്ടിപ്പരിപ്പ് എന്ത് വേണേലും ഇടാം നമ്മൾ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഗ്യാസിൽ വെച്ച് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഗ്യാസിൽ വെക്കുന്ന സമയത്ത് എനിക്കൊരു അപേക്ഷയുണ്ട്. സിമ്മിലിട്ടിട്ട് 40 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് ഓപ്പണാക്കി എടുക്കാം. ഞാനെല്ലാം അടച്ച് വെച്ചു. വളരെ തീ കുറച്ച് മതി, സിമ്മിലായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, സിമ്മ് തന്നെ ആകാവൂ, ഹൈയിലാവരുത്. പിന്നെ ഞാൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു, ഞാൻ അതിലുണ്ടാക്കുവാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള പാത്രത്തിലുണ്ടാക്കാം, കുക്കറിൽ വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം, മൈക്രോവേവിൽ വെച്ച് ഉണ്ടാക്കാം, അവരവരുടെ ഇഷ്ടം പോലെ ചെയ്താട്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ കേക്ക് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് സങ്കല്പിച്ചോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് എങ്ങനെ വേണേലും ആർക്കും മൈക്രോവേവിനാലോ കുക്കറിൽ വെച്ച് വെക്കുക, എങ്ങനെ ഇഷ്ടാനുസരണം പോലെ ചെയ്താട്ട് കേട്ടോ.